ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഭാഷ സംസാരിക്കണോ ഞങ്ങളുടെ ഭാഷ സംസാരിക്കണോ? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ പുഷ്പ 2 ദ റൂൾ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ. അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? ഈ എസ് സുകുമാർ അണ്ണന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ സിനിമ എടുത്തത്? അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ ഡ്യൂറേഷൻ കേട്ടവരോ 3 മണിക്കൂറാ എന്നാ പറഞ്ഞേ. എന്താ തോന്നി? ഒരു കാരണവശാൽ ലാഗ് അടിക്കില്ല, കാരണം ലാഗ് അടിക്കാനുള്ള സ്പേസ് ഇല്ല. വെല്ലുവിളികൾ, ഫൈറ്റ്, ഫഹദ് ഫാസിൽ, രേഷ്മിക മന്ദാന, ഐറ്റം നമ്പർ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ബോറടിക്കാനുള്ള സ്പേസ് അവർ കൊടുത്തു. ആ ഫസ്റ്റ് തുടക്കമൊക്കെ എന്തിനായിരുന്നു? ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു ആ സീൻ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? 15 മിനിറ്റോ 16 മിനിറ്റോ ഉള്ള ഒരു ഇടിയുണ്ട് ക്ലൈമാക്സിൽ. ആ ഇടി ഞാനിങ്ങനെ കണ്ട് കോരിത്തെരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു തവണ കൂടി ഇടാവോന്ന് ചോദിച്ചു, കാണാൻ വേണ്ടി. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. എന്ത് ചൂട്! സത്യമായിട്ട് ഞാൻ നല്ലതുപോലെ ചിരിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ സൈഡിൽ ഇരുന്ന ചേട്ടനും ഞാനും കൂടെ ഒന്ന് കൊല ചിരിയായിരുന്നു. എല്ലാ അസൂയാലുക്കളാ. അവസാനമൊക്കെ ഒരു സെന്റിമെന്റ്സും. ഇത് അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിറക്കുകയൊക്കെ ചെയ്യണം, അഭിനയിച്ച് വിറക്കുകയാണ്. ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് പടം. ആ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണം എന്നുള്ള രീതിയിൽ പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറഞ്ഞ്. ഒരു കൊതച്ച പടം. അല്ലു അർജുന് തന്നെ ഏറ്റവും വീക്ക് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്.